ആഹാ എന്താ സുഖം. ആഹാ ആ പിന്നെ ദേ ഇവിടെ അവിടെ ഇവിടെ ഇവിടെയോ? പിന്നെ ദേ ഇവിടെ മതി, ഇനിയൊന്നും എനിക്ക് വയ്യ. നിൽക്കണേ ഇവിടെ. കുക്കി മോളെ, അയ്യോ സോറി സോറി അയ്യോ ഗോപിയമ്മ, മാറ് മാറ്. അയ്യോ സോറി. നിങ്ങൾക്ക് എന്താ ഒന്ന് വാതിലടച്ചൂടെ? ഗോപിയമ്മ എന്ത് കരുതി കാണും? എന്ത് കരുതാൻ? അതിന് എന്തെങ്കിലും നടന്നേക്ക് വേണ്ടേ? തനിക്ക് എവിടെ നാടോ ഇത്രയും ആരോഗ്യം? എന്താ കഴിക്കുന്നേ? പോടാ കടുവേ. പോടാന്നോ? അയ്യോ കുക്കി ഒന്ന് നിന്നേ. പോവല്ലേ, നിൽക്ക്. എന്താ? അല്ല, തനിക്കെന്തോ ഡൗട്ട്സ് ഉണ്ടെന്ന് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞില്ലേ, അതെന്താ? ഡൗട്ട്സോ? എനിക്കൊന്നുമില്ല. ഇൻ കേസ് ഉണ്ടായാൽ ഞാൻ ജിമിച്ചായോട് ചോദിച്ചോളാം. എന്താണ് എന്നോട് ചോദിക്കാനുള്ളത്? അത് അവൾക്ക് എന്തോ ഡൗട്ട്സ് ഉണ്ടെന്ന് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു. ദേ അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പോൾ നിന്നോട് ചോദിക്കാമെന്ന്. ആഹാ അത് ശരി. എന്റെ പൊന്നു കുക്കി, നിനക്കറിയാലോ ഞാൻ ഈ ടീച്ചിങ് ഫീൽഡ് അല്ലാത്തത് കൊണ്ട് എനിക്ക് ടച്ചൊക്കെ വിട്ടു നിൽക്കുവാണ്. അതുകൊണ്ട് നീ തെവിനോട് ചോദിക്കുന്നതാകും നല്ലത്. ഫുഡ് കഴിക്കാൻ എല്ലാരെയും വിളിക്കുന്നു. പിന്നെ ജിമിച്ചായി ആമിക്ക് പറഞ്ഞു കൊടുക്കുന്നതോ? അത് അവളെന്റെ ഭാര്യയല്ലേ മോളെ, അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അവൾക്ക് മനസ്സിലാകും. പിന്നെ നിനക്ക് എല്ലാം അറിയുന്ന ഭർത്താവ് ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഓ, ഒരു ഭർത്താവ്. ജിമിച്ചായ, അപ്പോൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നതൊക്കെ ഒട്ട തെറ്റാണോ? അയ്യോ ഇവള്. അതെ അതെ, അതുകൊണ്ടാണല്ലോ നിനക്ക് അത്യാവശ്യം നല്ല സ്കോർ കിട്ടുന്നത്. എന്റെ പൊന്നാമി, നീ ഇങ്ങോട്ട് വന്നേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. എടി കാന്താരി, നിനക്കുള്ളതേ ഈ ഞാൻ വെച്ചിട്ടുണ്ട്. എന്തോ എന്തെങ്കിലും പറഞ്ഞോ? അതോ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. എന്ത്? വാ കഴിക്കാൻ പോകാം. അതെ അതെ. ഓക്കെ, ആ വെള്ളം ഇങ്ങെടുത്തേ. കഴിക്കുന്നത് കാണാൻ എന്ത് ക്യൂട്ടാ. കർത്താവേ, ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കേണ്ടി വരോ? നോക്കി പേടിപ്പിക്കുന്ന കണ്ടില്ലേ ഉണ്ടക്കണ്ണി. ഇങ്ങനെ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്താടോ നോക്കി കൊതിവിടുന്നേ? എന്താടോ ഉണ്ടക്കണ്ണി? ഉണ്ടക്കണ്ണി നിങ്ങളുടെ ഒക്കെ ചുമ്മായിരിക്കെ. മമ്മി പോണോ? മമ്മി എനിക്ക് മതി. ആരാ മോളെ? പപ്പ, ആർട്ട് സെക്രട്ടറി ഇല്ലേ അഭിജിത്ത്, പുള്ളിക്കാരന്. അഭിജിത്തോ? ഇവന്. മമ്മി എനിക്ക് മതിയായി, ഞാൻ അങ്ങോട്ട്. നീ ഇത് എങ്ങോട്ടാ? ഉള്ളു കഴിക്കേ. എനിക്കിന്ന് രണ്ടിലൊന്നും അറിയണം. ചെല്ല് ചെല്ല്, ഇപ്പോൾ അറിയാം. ഷെടാ, ഇവിടെവിടെ പോയി? എവിടെയുണ്ട്? അപ്പോൾ ഇവിടെ തിരിച്ചോ? ജുവൽ, അവിടെ എന്താ ഒരു സൗണ്ട്? അതോ, അത് ഇവിടത്തെ പൂച്ചയാ. ഹലോ, ഇപ്പോൾ കേൾക്കാമോ? പൂച്ചയോ? എടി കാന്താരി,
നീ എന്നെ കളിയാക്കുവാണ്. നിന്നെ ഇവനിതെന്ത് പറ്റി? ടിവി എന്ത് പറ്റി മാൻ? ഇനി ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാടാ? അല്ല നീ എന്താ വന്നേ? അതറിയാ, കൊറേ ആയല്ലോ നമ്മളത് കൂടിയിട്ട്. വാ, സാധനം എന്റെ കയ്യിലുണ്ട്, വാടാ. വേണോ? ഞാനില്ലടാ, എന്തോ എനിക്കൊരു മൂടില്ല. ആഹാ, മൂടില്ല? എങ്കി വാ, വാടാ ഇങ്ങോട്ട്. ഓ, ഇവന്റെ കാര്യം. വെയിറ്റ്, ഞാൻ വരുന്നു. സാറെന്താ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ കുടിച്ചില്ല. ആര് പറഞ്ഞു ഞാൻ കുടിച്ചെന്ന്? ഞാൻ കുക്കി, why are you avoiding me? എന്നിട്ട് എന്തിനാ ആ അഭിജിത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നേ? അവൻ നിന്റെ ആരാ? കുക്കി, നീ എന്റേതാ, എന്റേത് മാത്രം. എന്താ കാണിക്കുന്നത്? കുക്കി, എനിക്ക് പേടിയാകുന്നു. നിങ്ങൾ ബോധമില്ലാതെ വീട് ഇപ്പോഴും നിങ്ങൾ എന്താ എന്നെ മനസ്സിലാക്കാത്തെ? വർഷങ്ങളായിട്ട് നിങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടിടക്കണ എനിക്ക് എങ്ങനെയാ വേറൊരാളെ? എനിക്ക് പറ്റുന്നില്ല. ഓരോ നിമിഷവും ഞാൻ തോറ്റുകൊണ്ടിരിക്കുവാണല്ലോ. ഇന്ന് ടെന്നീസ് കോർട്ടിൽ വെച്ച് കാണിച്ചതൊക്കെ അപ്പോൾ അത് എന്താ? നിങ്ങൾ എന്നാ ഇനി ഒന്നും മനസ്സിലാക്കുന്നത്? ആഹാ, ഇത് ആരാ രാവിലെയൊക്കെ എണീറ്റ് കിച്ചണില്? എന്ത് പറ്റി? അല്ല, നീ ഇന്നലെ ഉറങ്ങിയില്ലേ? കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുവാണല്ലോ. എവിമോൻ എണീറ്റില്ലേ? ഉറക്കമാണോ? ആ, എനിക്കൊന്നും അറിയില്ല. അയാളുടെ കാര്യങ്ങൾ നോക്കുന്നതല്ലേ എന്റെ പണി. കുക്കി, ആകെ നീ നിന്റെ ഈ എടുത്തടിച്ച പോലത്തെ മറുപടി ഉണ്ടല്ലോ, അത് ഇന്ന് കൊണ്ട് നിർത്തിക്കോ. ഇതുപോലെയാണോ അവിടെയും കാണിക്കുന്നേ? കേൾക്കുന്നവരെ എന്നെയാ കുറ്റം പറയുന്നത്. പെൺകൊച്ചിനെ പഠിപ്പിച്ച് വഷളാക്കിയെന്ന്. ശരിയാ, ഞാൻ മോശ പെൺകുട്ടിയാ. അഹങ്കാരി, ശല്യം, ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ. ഞാൻ ഇനി ആർക്കും ശല്യമാകുന്നില്ല. ശരിയാ, സ്നേഹം ആരെയും വിളിച്ചു വാങ്ങാൻ കഴിയില്ലല്ലോ. ഞാനിനി എല്ലാരെയും വിട്ടു പോയാലും ആർക്കും ഒന്നും നഷ്ടമാകില്ല. കൊക്കി മോളെ, നീ കരയുവാണോ? എന്താടാ, എന്താ പറ്റിയേ? ഒന്നുമില്ല മമ്മി, ഞാൻ ഇറങ്ങട്ടെ. നേരത്തെ കോളേജിൽ എത്തണം. പോയി ആമിയെ വിളിക്കട്ടെ. മോളെ, എടാ,
എന്താ എന്താ എന്റെ കുട്ടിക്ക് പറ്റി? എന്താ ആമി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്ത് പറ്റിയടാ? ഒന്നുമില്ല ഇച്ചായ, എനിക്ക് ഡേറ്റ് ആയി. നല്ല പെയിൻ ഉണ്ട്. ആണോ? നല്ല പെയിൻ ഉണ്ടോ? നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് കോളേജിൽ പോകണ്ട, കുറച്ചുകൂടി കിടക്ക്. ഞാൻ കിച്ചണിൽ പോയിട്ട് ചൂടുവെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ, മോള് കിടക്ക്. ഓക്കേ. ആമി, കുക്കി, അവളിന്ന് കോളേജിലോട്ടില്ലടാ. അവൾക്ക് ഒട്ടും വയ്യ. അയ്യോ, എന്തു പറ്റി? പേടിക്കൊന്നുമില്ല, അവൾക്ക് ഡേറ്റ് ആയി. ഓ, ജിമിച്ചായി എപ്പോൾ പോകും? ഞാനൊന്നും പോകുന്നില്ലടാ. നീ നീ കെവിന്റെ കൂടെ പോ. വേണ്ട, എനിക്ക് ആരുടെ ഹെൽപ്പ് വേണ്ട. ഞാൻ സ്കൂട്ടി എടുക്കാം. കുക്കി, ഡി, ഇവർക്ക് എന്ത് പറ്റി? തല പൊട്ടുന്ന വേദന. ഞാൻ എപ്പോഴാ ഇവിടെ വന്ന് കിടന്നേ? ഇന്നലെ നൈറ്റ് ഞാൻ ഇന്നലെ എന്റെ കുക്കിയോട് എന്തൊക്കെ പറഞ്ഞേ, എന്തൊക്കെ കാട്ടുകൂട്ടിയെ. കുക്കി കുക്കി, ഡാ, നീ എണീറ്റോ? അവള് പോയടാ. പോയോ? എപ്പോൾ? ഒരു 5 മിനിറ്റ് ആയി കാണും. ഞാൻ റെഡി ആകട്ടെ. ഡാ, എന്താടാ? അല്ല, ഇവർക്കൊക്കെ എന്താ പറ്റി? എന്താ ജീന, നിന്റെ മുഖം വല്ലാതിരിക്കുന്നു? ഇച്ചായ, എനിക്കെന്തോ പേടി പോലെ, നെഞ്ചൊക്കെ വേദന എടുക്കുന്നു. ജീന, ഹോസ്പിറ്റലിൽ പോണോ? അതല്ല ഇച്ചായ, കുക്കി ഓർത്തിട്ട് എനിക്ക് പേടിയാകുന്നു. മോളെ ഓർത്തിട്ടോ? നിനക്കിത് എന്ത് പറ്റി? അവള് ടിവി ആയിട്ട് ഹാപ്പി അല്ലേ, പിന്നെ എന്താ പ്രോബ്ലം? ഇച്ചായ, കുക്കി നമ്മളോട് എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ, പഴയ പോലെയല്ല. അവൾ ആദ്യം മാറി. ഇച്ചായ, പണ്ടൊക്കെ എന്ത് വിഷമം ഉണ്ടെങ്കിലും മമ്മി എന്ന് പറഞ്ഞ് പിന്നാലെ വരും. പക്ഷെ ഇപ്പോൾ അതില്ല. എന്തൊക്കെയോ അവള് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് പോലെ. ജീന, ഇതൊക്കെ നിന്റെ തോന്നലാണ്. പിന്നെ കുക്കിമോളുടെ കാര്യം, അവൾ ഇപ്പോഴും ഭാര്യയല്ലേ, അപ്പോ അതിന്റേതായ മാറ്റങ്ങൾ അവളുടെ സ്വഭാവത്തിൽ കാണും. അത്രേ ഉള്ളൂ. നീ ഹാപ്പി ആയിട്ടിരിക്കെ, ചുമ്മാ കിടന്ന് ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ മോള് ദേവിന്റെ കൂടെ ഹാപ്പിയാണ്. ബോറടിക്കുന്നു. ക്ലാസ്സിൽ തന്നെ പോയിരിക്കാം. ഹലോ മോളെ, ഒന്ന് നിന്നേ. എന്താ? ഹലോ, എന്താടാ? അപ്പോൾ നിങ്ങൾ പോയില്ലേ കോളേജില്? ഇപ്പോൾ സമാധാനമായി. അല്ല, നിങ്ങൾ എന്താ കോളേജിൽ പോകത്തെ? കുക്കി പോയി, ഞാൻ പോയില്ല. എനിക്ക് ഡേറ്റ് ആണ്. ആണോ? ഓക്കെ. എന്ത്? കുക്കി പോയോ? അപ്പോൾ കോളേജില് അവള് ഒറ്റയ്ക്കല്ലേ? അതേടാ, പാവം, ബോറായിരിക്കും. നന്ദനയും ഇല്ലല്ലോ. അല്ല, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എടാ ആമി, ഒരു സീരിയസ് ഇഷ്യൂ ഉണ്ട്. എന്താടാ? അത് താനല്ലേ ജുവൽ, ഇലക്ട്രിക്കൽ 1-ലുള്ള കുട്ടി? ആം ഐ റൈറ്റ്? അതെ. അപ്പോൾ താനാണ് ആ ഐറ്റം. എക്സ്ക്യൂസ് മീ, മൈൻഡ് യുവർ വേർഡ്സ്. ആഹാ, കുട്ടിക്ക് ഞങ്ങളെ ബോധിച്ചില്ലെന്ന് തോന്നുന്നു. അതെങ്ങനെ ബോധിക്കാനാടാ? അവൾക്ക് വലിയ പുള്ളിയോടാണല്ലോ ഇൻട്രസ്റ്റ്. അത് കുക്കി ടെവിൻ സാറിന്റെ ഫോട്ടോ നോക്കിയിരിക്കുന്നത് ഏതോ ഒരു കുട്ടി അബദ്ധത്തില് സ്നാപ്പില് എല്ലാവർക്കും അയച്ചു. നീ എന്താ പറയുന്നേ? അതിനിപ്പോൾ എന്താ?
അവരുടെ മാരേജ് കഴിഞ്ഞ കാര്യം നമുക്കും പിന്നെ അവളെ അറിയുന്ന കുറച്ചു പേർക്കല്ലേ അറിയൂ. ആ പിക്ക് സ്പ്രെഡ് ആയതല്ല സീൻ. അവളെയും ടെവിൻ സാറിനെയും ചേർത്ത് മോശമായ രീതിയിലാണ് എല്ലാരും പറയുന്നേ. പ്രത്യേകിച്ച് മെക് ഡിപ്പാർട്ട്മെന്റില്. അറിയാലോ, മെക്കാണ്. അന്നത്തെ പ്രോബ്ലത്തിന് ശേഷം ടെവിൻ സാറിനോടും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനോടും അവർക്ക് ദേഷ്യമാണ്. നീ ഇത് രാവിലെ പറയാത്തെന്താ? ഞാനും കുക്കിയുടെ കൂടെ കോളേജിൽ പോവില്ലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അവിടെ നിൽക്കും മോളെ. അങ്ങേരെ പോലെ നമുക്ക് നല്ല ബോഡി ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ ബാക്കി കാര്യങ്ങൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കടാ. നിങ്ങളിത് എന്താ പറയുന്നേ? ഷോ, പാവക്കുട്ടി, ഒന്നും മനസ്സിലായില്ല. എന്താടി നമ്മള് പറഞ്ഞത് ഒന്നും മനസ്സിലാക്കാതിരിക്കാൻ? നീ ഇല്ല കുഞ്ഞൊന്നും അല്ലല്ലോ. അവൻ നിന്നെ എല്ലാം പഠിപ്പിച്ച് കാണുമല്ലോ. ഒരു ടെവിൻ സർ. നിർത്തടി. നീ എന്താ അവന്റെ സെറ്റപ്പാണോ? എന്താ മോളെ, അവൻ നിനക്ക് ഇന്റർനെറ്റ് കൂട്ടിയിട്ട് തരാന്ന് പറഞ്ഞു. നീ അങ്ങേർക്ക് എന്താ കൊടുത്തേ അത്രയ്ക്ക് അഡിക്റ്റ് ആകാൻ? പറയടി. നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? പുറത്ത് പറയാൻ പറ്റില്ലെന്നുണ്ടോ? താനായിട്ട് ആരോടും നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യം പറയാൻ നിൽക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. നമ്മുടെ ഈ മാരേജ് ഞാൻ അംഗീകരിച്ചിട്ടുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നീയൊരു ചരക്ക് തന്നെയാ മോളെ. പിന്നെ അങ്ങേര് മാത്രമല്ലല്ലോ. അവന്റെ നെയിം എന്താ? അഭിജിത്ത്. അഭിജിത്ത്. അവനും നിന്റെ കൂടെ ആണല്ലോ. ഈ കൂട്ടത്തിൽ നമ്മളെ കൂടെ ഒന്ന് പരിഗണിക്കണേ. നീ ആള് കൊള്ളാലോ മോളെ. പ്രൊഫസർ, സീനിയർ, ആകെ മൊത്തം തെറ്റാണല്ലോ. നിനക്ക് നാണില്ലേടി കണ്ട സാറുമാരുടെ പിന്നാലെ നടക്കാൻ? വരും സാർ. വാടാ. എന്താ ഉണ്ടായേ? ഒന്നുമില്ല വലുതേട്ടാ, ഒന്നുമില്ല. എന്നോടൊന്ന് ചോദിക്കല്ലേ പ്ലീസ്. സർ, ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ? എനിക്ക് ഒട്ടും വയ്യ. എനിക്കൊന്ന് വീട്ടിൽ പോകണം. ഗേറ്റ് പാസ് വാങ്ങി തരാമോ? ഓക്കെ. മോളെ, നീ എന്താ നേരത്തെ? കുക്കി, നീ ഇതെങ്ങോട്ടാ? പറഞ്ഞിട്ട് പോ മോളെ. ആരാ മമ്മി? കുക്കിയോ മോളെ? ഒന്നും പറയാതെ അവളെ റൂമിലോട്ട് പോയി. കുക്കിയോ? അവളെന്താ നേരത്തെ? മോളെ, ജീവൻ എവിടെ? ഇച്ചായി കിടക്കുവാ മമ്മി. ആണോ? നിന്നോട് എന്തെങ്കിലും കുക്കി പറഞ്ഞിട്ടുണ്ടോ? എന്താ മമ്മി? ഒന്നുമില്ല മോളെ. എനിക്കെന്തോ ഞാനെനിക്ക് മോൾക്ക് കുറച്ച് വെള്ളം എടുത്തു കൊടുക്കട്ടെ. എന്താ ജീന മമ്മി അങ്ങനെ ചോദിച്ചേ? ഇന്ന് തന്നെ എന്റെ ഫീലിങ്സ് ഞാൻ നിന്നോട് പറയും. ഞാൻ കാരണം ഇനി നീ ഒരിക്കലും വേദനിക്കില്ല. ഐ പ്രോമിസ് യു. എന്നവര് പറഞ്ഞ ഓരോ വാക്കും ഇച്ചായനും എന്നോട് പറയാതെ പറഞ്ഞതല്ലേ? എന്റെ ഇച്ചായൻ എന്നും ഹാപ്പി ഇരിക്കുന്നത് കാണാനാ ഈ കുക്കിക്ക് ഇഷ്ടം. ഇനിയും ഞാൻ കാരണം എന്റെ ഇച്ചായന് ഒരു ചീത്തപ്പേരും വരല്ലേ. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അറിയാതെ എന്റെ ഇച്ചായന് ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇച്ചായന് തരുന്ന പെണ്ണല്ല. അതാകും ഇച്ചായൻ എന്നെ
കാര്യമായിട്ട് കാണാൻ പറ്റത്ത്. ഇല്ല ഇച്ചായ, ഞാൻ ഇനി നിങ്ങൾക്കൊരു ശല്യമാകത്തില്ല, ബുദ്ധിമുട്ടാകത്തില്ല. ആരും എന്റെ ഇച്ചായുടെ മോശം പറയുന്നത് എനിക്ക് കാണാനോ കേൾക്കാനോ പറ്റില്ല. സോറി ഇച്ചായ.